ഞങ്ങളൊരു സീരിയസ് കാര്യം ഡിസ്കസ് ചെയ്യാൻ വന്നത്. എന്റെ മക്കളെ, ഈ മനുഷ്യനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല. നനച്ച വണ്ടി കിട്ടിയ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗലണ്ടാം. അപ്പൊ ഉണ്ണിക്കണ്ണൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഫോട്ടോ പോസ്റ്റ് ചെയ്തു. അതൊക്കെ ഈ രഘുവിന്റെ വീരകഥകളിലെ ഒരു ഏടുകൾ മാത്രം. പക്ഷെ ഇത് എഡിറ്റഡ് ഫോട്ടോ ആണ് എന്നുള്ളത് ഓൾമോസ്റ്റ് ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ല. പക്ഷെ ഇത് എഡിറ്റഡ് ഫോട്ടോ ആണ് എന്നുള്ളത് ഓൾമോസ്റ്റ് ഇപ്പൊ കൺഫേം ആയിട്ടുണ്ട്. ഇത് എന്തിനു ഉണ്ണിക്കണ്ണം പോസ്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ഇനിയിപ്പോ അതൊരു പിടുത്തമില്ലേ സ്വാമി, സംശയം അല്ലേ? അതെ സ്വാമി. ഇപ്പൊ ഒരു ഇതിന്റെ മുകളിൽ എന്താ പറയാ, ഒരു എക്സൈറ്റ്മെന്റിന്റെ മുകളിൽ ആളുകൾ ഫോട്ടോ എവിടെ എന്ന് ചോദിക്കുമ്പോ എടുത്തിട്ടതാണോ എന്നറിയില്ല. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് സംശയം. എന്താണെങ്കിലും ആശാൻ ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇപ്പൊ ലിറ്ററലി കയറി പോണ ഒരു അവസ്ഥയാണ്. പക്ഷെ ഉണ്ണിക്കണ്ണനെ അറിയാവുന്ന പേഴ്സണലി ഉണ്ണിക്കണ്ണനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരൊക്കെ പറയുന്നത് ഉണ്ണിക്കണ്ണൻ ഒരിക്കലും നുണ പറയാറില്ല. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്, കണ്ടു കാണും. പിന്നെ കുറെ പേര് ഇങ്ങനെ ചോദിച്ചപ്പോ ആരെങ്കിലും ഇങ്ങനെ എഡിറ്റ് ചെയ്ത ഫോട്ടോ എടുത്ത് കൊടുത്തപ്പെട്ടതായിരിക്കും. വളരെ മോശമായി പോയി. ഇത് ഗോട്ട് സിനിമയുടെ ലൊക്കേഷനിൽ വേറൊരാളുടെ ഒപ്പം എടുത്ത ഫോട്ടോ എഡിറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഉണ്ണിക്കണ്ണൻ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജീവിക്കാനുള്ള ഓരോ തത്രപ്പാടേ ഏറെപ്പോക്ക് ഉറപ്പാണ്. ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഒടുവിൽ നനച്ച വണ്ടി കയറി ഉണ്ണിക്കണ്ണൻ വിജയെ കണ്ടു എന്നുള്ള ന്യൂസൊക്കെ പുറത്തു വരുന്നത്. എവിടൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്ന നടന്നുണ്ട്. ഉണ്ണിക്കണ്ണൻ വിജയെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണ്ണിക്കണ്ണന്റെ സക്സസ് തന്നെയാണ്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. വിജയെ കാണണം എന്നുണ്ടെങ്കിൽ നടന്നു പോയി എന്നുള്ളത് കൊണ്ട് മാത്രം വിജയ് കൺവിൻസ്ഡ് ആവാൻ ചാൻസ് കുറഞ്ഞു. വിജയ് കൺവിൻസ്ഡ് ആയാൽ പോലും ഒപ്പമുള്ള ആളുകളുടെ പൊളിറ്റിക്സ്, അവരുടെ ഈഗോ പരിപാടികൾ, അങ്ങനെ കുറെ സീനുകളുണ്ട്. ആര് കേട്ടാലും ഈ കഥ വിശ്വസിക്കില്ല. അതാ എന്റെ കഥയുടെ കുഴപ്പം.